നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പിരിച്ചു വിടണ നോക്കൂ, അതെനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുന്ന തീരുമാനമല്ല. ഒറ്റയ്ക്കോ കൂട്ടായിട്ടോ ഗ്രാമസഭ വിളിച്ചോ എങ്ങനെയാന്ന് വെച്ചാ മാഡത്തിന് അത് ചെയ്യാം. മാഡം, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മാഡം ദേവികയെ പിരിച്ചു വിട്ടില്ലെങ്കിൽ, സിദ്ധാർത്ഥനുമായി എന്റെ മകളുടെ കല്യാണം നടന്നില്ലെങ്കിൽ, ഞങ്ങൾ ഈ ആശുപത്രിയുടെ മുമ്പിൽ വന്ന് പന്തല് കെട്ടി സത്യാഗ്രഹം ഇരിക്കും. അല്ലെങ്കിൽ ഇതിനു മുമ്പ് തീ കൊളുത്തി ചാകും. മോഹിനി പറഞ്ഞതാ, വാക്കിന് മാറ്റമൊന്നുമില്ല. മടി. ഡാഡി എന്തോ ഒന്നും പറയാത്തെ? അവളുടെ തോന്നിയസത്തിന് കൂട്ടു നിൽക്കുകയാണോ? ദേവിക എന്ത് ചെയ്തു നീ പറയുന്നത്? ഒന്നും ചെയ്തില്ലേ. ഡെയിലി ഒരു പ്രശ്നമെങ്കിലും അവൾ ഈ ഹോസ്പിറ്റലിൽ ഉണ്ടാക്കാറുണ്ട്. അതും പോരാഞ്ഞിട്ട് ഇപ്പൊ നാട്ടിലിറങ്ങി പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരിക. അല്ല, എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കാം, അവൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഇതെന്താ പോലീസ് സ്റ്റേഷനാണോ അതോ അവളുടെ തറവാട് വീടോ? അക്ഷര, കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥന്റെ വീട്ടിലുണ്ടായ പ്രശ്നങ്ങളും അതിന്റെ സാഹചര്യമൊക്കെ നിനക്കും അറിയാവുന്നതല്ലേ? അതെ, ദേവി ഒന്നും മനഃപൂർവ്വം ചെയ്തതല്ല. നിങ്ങൾ പിന്നെ അങ്ങനെയല്ലേ പറയൂ. നീ കണ്ണടച്ചിട്ടാക്കാൻ നോക്കാതെ. നിന്റെ പ്രായം പോലുമില്ലാത്തൊരു പെൺകുട്ടി